ഹായ് ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ക്ലീനിങ് ഡേ ആയാലോ. ഒന്നുമല്ല, നമ്മുടെ റൂം തന്നെയാണ് ഒരു മേക്ക് ഓവർ വേണം എന്ന് എനിക്ക് തോന്നി. എന്നാലേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു മേക്ക് ഓവർ വേണമെന്ന് തോന്നും. ഇതിൽ ജീവിക്കുന്നത് ഞാൻ തന്നെയാണ്, ആരും പേടിക്കണ്ട. ഇതെൻ്റെ റൂം മാത്രമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡ് സ്വിങ്ങും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എവിടെയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചൊക്കെയായിരുന്നു. എനിക്കൊരു മൂഡുണ്ടായില്ല റൂം ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിനുള്ളൊരു മൂഡ് വന്നത്. സോ നമുക്ക് വേഗം തന്നെ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യാം. എനിക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്ന കട്ടിൽ അങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടക്കണം എന്നൊക്കെ ഒരു മോഹം വരും. അപ്പോൾ ഞാൻ അപ്പം അത് മാറ്റിയിടും. എന്നാലേ നമുക്കൊരു ചേഞ്ച് ഫീൽ തോന്നുള്ളൂ. എന്നാലേ റൂമും നമുക്ക് എപ്പോഴും മടുക്കാണ്ടിരിക്കുള്ളൂ. എപ്പോഴും നമ്മൾ ഒരേ സ്ട്രക്ചറിൽ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലൊരു മടുപ്പ് വരുമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് എവിടെയും പോകണമെന്നില്ലല്ലോ. അതായത് നമുക്ക് എപ്പോഴും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാൻ വേണ്ടി ഞാനിങ്ങനെ എപ്പോഴും കട്ടിൽ അങ്ങോട്ടിടും ഇങ്ങോട്ടിടും. ഇങ്ങനെയൊക്കെ ഒരു നിരീക്ഷണങ്ങളിലൂടെയാണ്. 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കട്ടിൽ ഞാൻ തിരിച്ചിടും. അതാണ് ചിലപ്പോൾ നമ്മുടെ നാറാണത്ത് പ്രാന്തൻ്റെ ഒക്കെ ഒരു രീതിയാണെന്ന് പറയാം. കല്ല് കയറ്റുന്നു, താഴേക്കിടുന്നു, കല്ല് കയറ്റുന്നു, താഴേക്കിടുന്നു. ആ ഒരു ടെക്നോളജി തന്നെയാണ് ഇതിൽ നടന്നു പോകുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജനലൊക്കെ തുറന്നിട്ടു. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ പൊടി അധികം പറ്റത്തില്ല. അങ്ങനെ ഒരു മെയിൻ കാര്യമുണ്ട്. പിന്നെ നോക്കൂ, ഈ ബെഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ ഐലനർ, അവൻ്റെ പാലും കുപ്പി, അവൻ്റെ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ അവൻ തന്നെ കളിച്ചിട്ട് അവിടെ എവിടെയും കൊണ്ടുവിടുന്നതൊക്കെയാണ് കേട്ടോ. പിന്നെ ആ സൈഡിൽ ഞാൻ ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നത് ചുമരുമ്പം തലയിടിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ അത് വെച്ചിട്ട് വലിയ യൂസേജൊന്നുമില്ല. അവൻ അതിൻ്റെ മുകളിലും കയറിയിട്ട് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതവിടെ നിന്ന് മാറ്റി. പിന്നെ ബെഡ് തിരിച്ച് ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. എന്നാലല്ലേ അങ്ങനെ ഇട്ട് ഇനി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഈ 2-3 ദിവസമായിട്ട് നമുക്ക് ഉറക്കം ഇതൊന്നും ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ബെഡൊക്കെ തിരിച്ചിട്ട് ഒന്ന് റൂമൊരു കുറച്ചുകൂടി ഒന്ന് മേക്ക് ഓവർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട്. ഇടയ്ക്ക് എനിക്ക് ഈ ഭ്രാന്തുള്ളതാണ് കേട്ടോ. അതെൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ എനിക്ക് ഈ ഭ്രാന്തുള്ളതാണ് കേട്ടോ. ഞാൻ പണ്ടും എൻ്റെ റൂം ഞാൻ വീട്ടിലായിരിക്കുമ്പോഴും ഇതേ കണക്ക് അങ്ങോട്ട് തിരിച്ചിടും ഇങ്ങോട്ട് തിരിച്ചിടും. ഇങ്ങനെയൊക്കെ ഒരു രോഗമുള്ളതാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ രോഗം ഉണ്ടെങ്കിൽ പറഞ്ഞു. ചില സന്ദർഭങ്ങളിൽ എനിക്ക് രാത്രിയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഭ്രാന്ത് വരാം. അപ്പം ഞാൻ രാത്രി നിന്ന് ഇത് മൊത്തം ക്ലീൻ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക തരം ഒരു ജീവിയാണ് ഞാൻ. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ സ്വഭാവം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ ഈ കട്ടിലൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റൊക്കെ കട്ടിൽ നീക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പം നീക്കി എനിക്ക് തന്നെ ഇത് സിമ്പിളായിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ അടിയിൽ മൊത്തം ഞങ്ങളുടെ പഴയ തുണികളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇതും മൊത്തം ഇരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ് നീക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടി കളഞ്ഞ് കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയും മേലെ ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ട് തന്നെ കേട്ടോ. എനിക്ക് ആ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ മെയിൻ സാഹിബ് എത്തി. ഇനി ഒരു പരിപാടി നടക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ആ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ അവൻ ആ ഗ്യാപ്പിൽ ഇറങ്ങി നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ ആവശ്യമില്ലാത്തത് നമ്മൾ തൊടരുതെന്ന് പറയുന്നു, അതിലൊക്കെ തൊടണം സാറിന്. അതെന്തോ ഒരു ഹൈലൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ് അവിടെ സൈഡിലും നമുക്ക് ഞാനൊരു സെറ്റി ബെഡ് എന്നുള്ള ഇതുണ്ടല്ലോ, അതുകൂടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ മമ്മിയോടൊപ്പം ആ ബെഡ് എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങനെ മാറ്റുന്നൊക്കെ സംസാരിച്ചൊക്കെ കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ നോക്കുക, ഈ മേശാമ്മ കയറി സ്വിച്ച് ബോർഡിൽ തൊടലൊക്കെയാണ് ഇവൻ്റെ പണി. അതുകൊണ്ട് തന്നെ മേശ എനിക്ക് ഇവിടെ ഇടാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഫോൺ ചെയ്ത് അപ്പനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവള് ഇവിടെ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ആൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ എന്ത് നടന്നാലും അപ്പം അവിടെ എബിയെ എത്തിച്ചോളും. പിന്നെ കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി പാലെടുത്ത് കൊടുത്തിട്ടോ. പാല് കിട്ടി കഴിഞ്ഞാൽ തീരുന്ന ഒരാൾ അടങ്ങിയിരുന്നോളും. അപ്പോഴേക്കും വേണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോട് നമുക്ക് തീർക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇരുട്ടിയിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പോയി വന്ന് പിന്നെ അത് തന്നെ രാവിലെ പണികളൊക്കെ തീർത്തു. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. പിന്നെ അവരില്ലാത്തോട്ട് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലല്ലോ. ഇതിൽ നമ്മുടെ റൂം ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചീത്തയാവാൻ കാരണം എന്താ പറയുക, വെച്ച സാധനം വെച്ചോർത്ത് വെക്കാത്തതുകൊണ്ടാണ് നമ്മളുടെ റൂമുകളൊക്കെ കൂടുതലും ഇങ്ങനെ എപ്പോഴും ചീത്തയാവുന്നത് കേട്ടോ.
ആ ശീലം എനിക്ക് പണ്ടേ ഇല്ല. ഇനി ശരിയാക്കിയൊക്കെ വരണം. എനിക്ക് റൂം വൃത്തി കിടക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ വെച്ച സാധനം വെച്ചോടത്ത് കിടക്കാനും എടുത്തു വയ്ക്കാനും ഭയങ്കര മടിയാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അതേ ഇപ്പോൾ ഇത് എവിടേക്ക് മാറ്റിയിടാം എന്നുള്ള രീതിയിലാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ. അങ്ങനെ എനിക്കൊരു സ്ഥലം കിട്ടി, എന്ത് ബെഡിൻ്റെ സൈഡിലേക്ക് ഇടാം എന്നുള്ളത്. പക്ഷെ ഞാൻ അവിടം വരെ എത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഫാനും ഇതും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ല, എങ്ങാനും ഫാൻ ഇതിലേക്ക് തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ പ്ലാൻ നൈസായിട്ടൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഈ പൊസിഷനിലാട്ടൊക്കെ കിടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. അത് ആ സൈഡിൽ നിന്ന് അത് മാറ്റിയപ്പോൾ ഒരു സ്പൂണ്, ഒരു ചീർപ്പ്, ഒരു വള, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും കിട്ടിയത് ഗൈസ്. അതൊക്കെ അവൻ കൊണ്ടിടുന്നതാണ് കേട്ടോ, ഈ ചീർപ്പും സ്പൂണൊക്കെ. പിന്നെ ഞാനതങ്ങനെ നീക്കാറില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യുക, അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ നീക്കലില്ല. പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനുള്ള മടി, അത് ആ ഒരു മൂഡ് പോവുമല്ലോ. അതിന് രാവിലെ എന്താണ് നമ്മൾ സാധാരണ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, ഇതാണ് നമ്മൾ ചെയ്യാറ്. പിന്നെ ഇടയ്ക്ക് നേരം കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. വലിയ മേക്ക് ഓവറൊന്നുമില്ല, എന്നാൽ ചെറിയ രീതിയിൽ. പിന്നെ എന്താണ് ആ വാൾ സ്റ്റിക്കറൊക്കെ കണ്ടില്ല, ഇതൊക്കെ എൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ഇങ്ങനെ റൂമിൽ അതൊട്ടിച്ചും ഇതൊട്ടിച്ചും, അവിടെ ചേഞ്ച് വരുത്തി ഇവിടെ ചേഞ്ച് വരുത്തി, ചിലപ്പോൾ ഞാൻ ഇരുന്ന് പെയിൻ്റൊക്കെ അടിക്കും. ഇതൊക്കെ എൻ്റെ പരീക്ഷണങ്ങളാണ് ഈ റൂമിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റൂം ഇത്രയും കൂടുതൽ വൃത്തികേടാക്കാൻ എന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, വേറെ ആരെ കൊണ്ടും കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുമരുമൊക്കെ വരച്ചിടുക, ഇതൊക്കെ എൻ്റെ മെയിൻ ഹോബികളാണ് ഗൈസ്. പിന്നെ എന്താ, നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണ്? എന്താണ് ചുമരുമ വരച്ചിടുക. എത്രയും സ്ഥലം ഉണ്ടെങ്കിലും എനിക്ക് ചുമരുമ എന്തെങ്കിലും ഒന്ന് വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുപോലെ ഈ വാൾപേപ്പർ, ഈ ചുമര തീരെ മോശമായപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, പെയിൻ്റ് അടിക്കാനുള്ള മടിക്കാൻ വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വെച്ചു. വാൾപേപ്പർ ഒട്ടിക്കാമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവനാവശ്യമായിട്ട് കീറി അതും നശിപ്പിച്ച് കളഞ്ഞു. എന്തോ നശിപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ഈ ഒരു വീഡിയോ കണ്ടോടുകൂടി ഏകദേശം എൻ്റെ ഒരു ഇമേജൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളത് മാറും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തുടയ്ക്കൽ ചേച്ചി വന്നു. ചേച്ചിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വന്ന് തുടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ വെള്ളമൊക്കെ എടുത്ത് ഈ റൂമിലൊക്കെ ഒഴിച്ച് കളയലാണ് സാറിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് നൈസായിട്ട് പോയിട്ട് അന്ന് കയ്യിൽ നിന്ന് മേടിച്ച് അങ്ങോട്ട് കളഞ്ഞു. ചേച്ചിക്ക് തുടയ്ക്കാൻ ഇഷ്ടമല്ല, അതിലിട്ട് ഇങ്ങനെ മോപ്പിട്ട് കറക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ തുടയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ബാക്കിയുള്ള ചില്ലും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി, ഇതിലൊക്കെ പൊടി ഉണ്ടാവില്ല, ചെറിയ ചെറിയ പൊടികളുണ്ടാവുമല്ലോ, ഇടയ്ക്ക് ഇതൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അലർജിയുടെ പ്രശ്നം കൂടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യും. പിന്നെ ആ മുകളിലിരിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെയാണ് കേസ്. മൈക്കിൾ വലുതായപ്പോൾ മൈക്കിളിലും കുറച്ച് ദിവസമുണ്ട്, 2-3 അത് എൻ്റെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്, പണ്ട് മുതലേ ഞാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ പാലിൻ്റെ തുള്ളികൾ ഇങ്ങനെ കിടക്കട്ടെ. രാത്രിയൊക്കെ പാലിങ്ങനെ ചൂടാറ്റുമ്പോഴും മൈക്കിൾ ബേബിക്ക് കുപ്പിക്കൊക്കെ ഒഴിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പോയി ഇതൊക്കെ ആയി, അങ്ങനെയൊക്കെ മോശമായി കിടക്കുകയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളുടെ റൂം ഇതേ ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കഴിയണ പോലെയൊക്കെ ഞാൻ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി ബാക്കിയുള്ള വാൾപേപ്പറോടെയും മേടിച്ച് ബാക്കിയുള്ളതോടെ ഒന്ന് വൃത്തിയാക്കണം എന്നാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ചെറിയ ഫോട്ടോസുകളൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി കലണ്ടറോടെയും തൂക്കി